ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻവേർട്ടർ ആണ്. ഇൻവേർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടർ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട്സ് ഡി സി ഇൻ ടു എ സി. ഓക്കെ, ഡി സി ടു എ സി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഇൻവേർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് വോൾട്ടേജ് സോഴ്സ് ഇൻവേർട്ടേഴ്സിൽ ഹാഫ് ബ്രിഡ്ജും ഫുൾ ബ്രിഡ്ജും ആണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടർ ആണ്. അപ്പൊ ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ കേസിൽ വരുന്ന സർക്യൂട്ട് ആണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. രണ്ട് ഡി സി സോഴ്സ് ഉണ്ട്, VS/2 ദെൻ രണ്ട് സ്വിച്ചിങ് ഡിവൈസ് ഇവിടെ തൈറിസ്റ്റർ ആണ് കാണിച്ചിട്ടുള്ളത്, T1 ആൻഡ് T2. അതുപോലെ തന്നെ ഡയോഡ്സ് ഉണ്ട് രണ്ടെണ്ണം പാരലൽ ആയിട്ട്. ഈ തൈറിസ്റ്റേഴ്സിന് പാരലൽ ആയിട്ട് രണ്ട് ഡയോഡ്സ് ഉണ്ട്, D1 ആൻഡ് D2 എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ലോഡ് കണക്ട് ചെയ്യുന്ന പോയിന്റ് ശ്രദ്ധിക്കുക, ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ലോഡും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ വരുന്നത്. ഇനി എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറയുന്നത് റെസിസ്റ്റീവ് ലോഡിന്റെ കേസാണ്. റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ തൈറിസ്റ്റർ T1 എന്ന് പറയുന്നതിന് ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ തൈറിസ്റ്റർ 2 എന്ന് പറയുന്നത് ഓഫ് ആണെന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ തൈറിസ്റ്റർ 1 മാത്രം ഓണും തൈറിസ്റ്റർ 2 എന്ന് പറയുന്നത് ഓഫും ആയിരിക്കുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ തൈറിസ്റ്റർ 1 ഓൺ ആയതുകൊണ്ട് അവിടെ മാത്രമല്ലേ കണ്ടക്ഷൻ നടക്കുള്ളൂ. അപ്പൊ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നിന്ന് കറണ്ട് ഈ T1 വഴി ഇങ്ങനെ പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് കറണ്ടിന്റെ പാത്ത് വരുന്നത്. അപ്പൊ VS/2 തന്നെയായിരിക്കും നമുക്ക് എന്തിൽ വരിക? ഔട്ട്പുട്ടിൽ വരിക അല്ലെ? ലോഡിന്റെ അക്രോസ് നോക്കുകയാണെങ്കിൽ VS/2 ആണ്. V0 = VS/2 ആണ് ഔട്ട്പുട്ടിൽ വരിക. കറണ്ടിന്റെ കേസ് നോക്കുകയാണെങ്കിൽ I0 എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? V0 / R ചെയ്തതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ VS/2 ആയതുകൊണ്ട് VS/2R. കറക്റ്റ് അല്ലേ? അപ്പോ I0ന്റെ വാല്യൂ കിട്ടി. ഈ ഒരു ഡയറക്ഷൻ ആണ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് ഇൻസ്റ്റന്റിൽ നമ്മൾ T/2 എത്തിക്കഴിയുമ്പോൾ, ടൈം പീരീഡ് T/2 എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? തൈറിസ്റ്റർ 1 ഓഫ് സ്റ്റേറ്റിലും തൈറിസ്റ്റർ 2 ഓൺ സ്റ്റേറ്റിലും ആക്കി. അപ്പൊ ഇനി വർക്ക് ചെയ്യുന്ന തൈറിസ്റ്റർ ഏതാണ്? തൈറിസ്റ്റർ 2 ആണ്. തൈറിസ്റ്റർ 2ന്റെ കേസിൽ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങനെ വന്ന് ഇതുപോലെ തന്നെയാണ് പാസ് ചെയ്യുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? റിവേഴ്സ് ആയിട്ടുണ്ട്. വി ഔട്ട് എന്ന് പറയുന്നത് നേരത്തെ VS/2 കിട്ടിയിരുന്നതിന് പകരം ഇവിടെ എന്താണ് വരിക? -VS/2 ആണ് വരിക. ജസ്റ്റ് KVL അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? VS/2 + V0 = 0 എന്ന് വരും, which implies V0 = -VS/2. ഓക്കെ, ഇവിടുത്തെ കേസിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? ഫസ്റ്റത്തെ തൈറിസ്റ്ററിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? VS/2 - V0 = 0 എന്നായിരുന്നു നമ്മൾ KVL അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഴുതി വരിക. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് V0 = VS/2 എന്ന് കിട്ടിയത്. ഫസ്റ്റ് തൈറിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് VS/2ഉം സെക്കൻഡ് തൈറിസ്റ്റർ മാത്രം ഓൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് -VS/2 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ DC ഇൻപുട്ട് നമ്മൾ കൊടുത്തത് പൾസേറ്റിംഗ് ആക്കി കിട്ടിയില്ലേ? അതായത് ഇൻവേർട്ട് ചെയ്ത് കിട്ടി, നമ്മൾ ഉദ്ദേശിച്ചത് കിട്ടി, പൾസേറ്റിംഗ് ആയിട്ടുള്ള വേവ് ഫോം കിട്ടി. അപ്പോൾ ഇതാണ് ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടർ വിത്ത് റെസിസ്റ്റീവ് ലോഡിന്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് RL ലോഡും കൂടി നോക്കാം. RL ലോഡിന്റെ കേസിൽ സെയിം ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടർ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. VS/2 എന്ന് പറയുന്ന രണ്ട് സോഴ്സ് ഉണ്ട്, രണ്ട് സ്വിച്ചസ് ഉണ്ട്. തൈറിസ്റ്റേഴ്സ് ആവാം, IGBT ആവാം, മോസ്ഫെറ്റ് ആവാം, അങ്ങനെ എന്തോ ആവാം. സ്വിച്ചസ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത്. അപ്പോ പിന്നെ വരുന്നത് രണ്ട് ഡയോഡ്സ് അതിന് പാരലൽ ആയിട്ട് വരുന്നു. നേരത്തെ അതേ സർക്യൂട്ട് കോൺഫിഗറേഷൻ തന്നെ. ഇവിടെ വ്യത്യാസം എന്താണ്? ലോഡ് എന്നുള്ളത് റെസിസ്റ്റൻസ് മാത്രമല്ല, റെസിസ്റ്റീവ് ലോഡിന് പകരം ഇവിടെ RL ലോഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോ ടൈം പീരീഡിലും ഉള്ള ഇതിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 0യുടെയും T1ന്റെയും ഇടയിലാണ്. അതാണ് കേസ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കേസ് 1ന്റെ കേസിൽ S1 ഓഫ് ആണ്, S2 ഓഫ് ആണ്,
D2 റിവേഴ്സ് ബയസ്ഡ് ആണ്. ഏത് മാത്രമേ ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ളൂ? D1 ആണ് ഫോർവേഡ് ബയസ്ഡ് ആയിട്ടുള്ളൂ. ആ സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യും? എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക ഈ ഒരു ഡയറക്ഷനിൽ. കറക്റ്റ് അല്ലേ? അപ്പോ ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? I0ന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നേരെ തിരിച്ചല്ലേ വരുന്നത്. ഇതാണ് I0 എന്ന് പറയുന്നത്. അതിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ നേരെ തിരിച്ചായതുകൊണ്ട് I0 വിൽ ബി ലെസ് ദാൻ 0 എന്ന് നമുക്ക് പറയാലോ. ഓക്കെ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ V0ന്റെ കേസാണ്. V0ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? V0ന്റെ കേസ് വരികയാണെങ്കിൽ KVL അപ്ലൈ ആണെങ്കിൽ എന്ത് വരും? VS ഡിവൈഡഡ് ബൈ 2 മൈനസ് V0 ഈക്വൽ ടു 0 ഇംപ്ലൈസ് V0 ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ 2. കറക്റ്റ് അല്ലേ? അപ്പൊ V0 എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, V0 ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. അപ്പൊ V0 എന്ന് പറയുന്നത് ഇവിടെ പോസിറ്റീവ് ആണ് വരുന്നത്, വിച്ച് ഇംപ്ലൈസ് V0 ഗ്രേറ്റർ ദാൻ 0. സ്വിച്ച് കറണ്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ആണോ? അല്ല, ഓഫ് ആണ്. അപ്പൊ കറണ്ട് എന്തായിരിക്കും? അതിൽ കൂടിയുള്ള 0 ആയിരിക്കും. ഡയോഡ് കറണ്ട് നോക്കുകയാണെങ്കിൽ സർക്യൂട്ടിൽ D1 മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. അപ്പൊ ഫുൾ കറണ്ടും D1 കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ID1 ഇസ് ഈക്വൽ ടു മൈനസ് I0 എന്ന് വന്നിട്ടുള്ളത്. ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് മൈനസ് എന്നുള്ള സൈൻ വരുന്നത് കേട്ടോ. ഇതാണ് അപ്പൊ കേസ് 1ന്റെ കേസിൽ ഉണ്ടാവുന്നത്. നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 പറയുന്നത് നേരത്തെ 0 ടു T1 എടുത്തിരുന്നത്, ഇനി T1 തൊട്ട് T/2 വരെയുള്ള ഇന്റർവെല്ലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, T1 ടു T/2 ഇന്റർവെൽ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് സ്വിച്ച് 1 ഓൺ ആണ്, സ്വിച്ച് 2 ഓഫ് ആണ്, D1 റിവേഴ്സ് ബയസ്ഡ് ആണ്, D2 റിവേഴ്സ് ബയസ്ഡ് ആണ്. അതായത് ആകെ കണ്ടക്ട് ചെയ്യുന്നത് ആര് മാത്രമാണ്? ഈ സ്വിച്ച് 1 ഉള്ളത് കൊണ്ട് മാത്രമാണ് കണ്ടക്ഷൻ നടക്കുന്നത്. ആ സമയത്ത് എങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ? കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ലൈക്ക് ദിസ്. ഇതുപോലെയല്ലേ കണ്ടക്ട് ചെയ്യുക ലോഡിൽ കൂടെ. അപ്പോൾ I0ന്റെ ഡയറക്ഷൻ പോസിറ്റീവ് എടുത്തിട്ടുള്ള അതേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്, വിച്ച് മീൻസ് ഔട്ട്പുട്ട് കറണ്ട് I0 വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, അപ്പോ ഈ സമയത്ത് എന്താ ചെയ്യണേ? ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്, കാരണം സ്വിച്ച് ഓൺ ആണ്. നേരത്തെ സമയത്ത് എന്ന് പറയുമ്പോൾ ഡയോഡ് മാത്രമേ കണക്റ്റഡ് ആയിട്ടുള്ളൂ. അപ്പൊ ഇൻഡക്ടറിന് എനർജി റിലീസ് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സമയത്ത്, അതായത് സോഴ്സ് വോൾട്ടേജ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ മുകളിലത്തെ തന്നെയാണല്ലോ, VS/2 തന്നെയാണ് അപ്ലൈ ആവുന്നത്, വിച്ച് ഇംപ്ലൈസ് V0 ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0. നേരത്തെ പോലെ തന്നെ വരും. VS/2 മൈനസ് V0 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും, which implies V0 is equal to VS divided by 2, which implies it's a positive value. അല്ലെ? ഇനി സ്വിച്ചിങ് കറണ്ട് നോക്കുകയാണെങ്കിൽ IS1 എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ടക്ട് ചെയ്യുന്ന ഫുൾ I0 എന്ന് പറയുന്ന കറണ്ട് ഏതിനെ ക്രോസ് ആണ് പാസ് ചെയ്യുന്നത്? സ്വിച്ച് 1നെ ക്രോസ് അല്ലേ? IS1 അപ്പൊ എന്തായിരിക്കും? I0 ഈക്വൽ ആയിരിക്കില്ലേ? പിന്നെ വരുന്നത് ID1 ആണ്. ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ ക്രോസ് ഉള്ള കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ഇന്റർവെല്ലില് T1 ടു T/2 എന്ന് പറയുന്ന ടൈം പീരീഡില് സംഭവിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് T/2 ടു T2 എന്ന് പറയുന്ന ഒരു ടൈം ഇന്റർവെല്ലാണ് കേസ് 3 വരുന്നത്. ആ സമയത്ത് നമ്മൾ എടുക്കുന്നത് S1 ഓഫ് ആണ്, S2 ഓഫ് ആണ്, D1 റിവേഴ്സ് ബയസ്ഡ് ആണ്, പക്ഷേ D2 ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പൊ D2 കൂടിയാണ് കണ്ടക്ഷൻ വരിക എന്നുള്ളതാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇൻഡക്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി റിലീസ് ചെയ്യുന്നത് D2 എന്നുള്ള ഡയോഡ് വഴി ഇങ്ങനെയായിരിക്കും, അല്ലെ? അപ്പൊ I0ന്റെ വാല്യൂ പോസിറ്റീവ് ഈ ഡയറക്ഷനിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടക്കത്തില്. അപ്പോ പോസിറ്റീവ് ഡയറക്ഷനിൽ തന്നെയല്ലേ ഈ കറണ്ടും വരുന്നത്? I0ന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ വരുന്നത് പോസിറ്റീവ് തന്നെയല്ലേ? അപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് I0 വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അത് കഴിഞ്ഞിട്ട് KVL അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ എന്ത് വരും?
minus Vs by 2 minus V naught equal to 0 implies V naught is equal to minus Vs by 2. കറക്റ്റ് അല്ലേ? അപ്പോ വോൾട്ടേജിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആണ് വരിക. അടുത്തത് സ്വിച്ചിങ് കറണ്ട് IS1 നോക്കുകയാണെങ്കിൽ ഇവിടെ ഓഫ് ആണ് സ്വിച്ച്, അപ്പൊ എന്താണ്? 0 വന്നു. ഡയോഡ് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ബയസ്ഡ് ആണ്, അതിന്റെ ക്രോസ് വരുന്ന കറണ്ടും 0 വന്നു. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് കേസ് 4 ബാക്കിയുള്ള ഇന്റർവൽ ആണ്. അതായത് ടൈം T2 വരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ T2ന്ന് ടിയിലേക്ക് ടൈം ഇന്റർവെല് ഫുള്ള് കഴിയാണ്, ടിയിലേക്ക് ഉള്ള കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ T2 ടു ടി അവിടെയും കണ്ടക്ട് ചെയ്യുന്നത് എന്തെന്നെയാണ്? താഴത്ത് വരുന്ന ഈ സ്വിച്ച് തന്നെയാണ്. അപ്പൊ ഈ കേസിൽ നമ്മൾ എടുക്കുന്നത് S1 ഓഫ് ആണ്, D1 റിവേഴ്സ് ബയസ്ഡ് ആണ്, D2 റിവേഴ്സ് ബയസ്ഡ് ആണ്, S2 എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക? ഇങ്ങനെ ആയിരിക്കും അല്ലെ? നമ്മുടെ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ടൈം ഇന്റർവെല്ലില് അല്ലെ? ഡയോഡ് വരുമ്പോൾ മാത്രമാണ് ഇൻഡക്ടർ എനർജി റിലീസ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, I0 എന്ന് പറയുന്നത് I0ന്റെ പോസിറ്റീവ് ഡയറക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ I0 വരുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇതാണ് വരുന്നത് അല്ലെ? അപ്പോ I0 വിൽ ബി ലെസ് ദാൻ 0. കറക്റ്റ് അല്ലേ? I0 നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുകയാണെങ്കിലും ഇവിടുത്തെ കേസിൽ എന്ത് വരും? minus Vs by 2 minus V naught equal to 0 implies V naught equal to minus Vs by 2, which means V naught is also negative. Okay, IS1 എന്നുള്ളത് S1 ഓഫ് ആയതുകൊണ്ട് അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്താണ്? 0 ആണ്. ഡയോഡ് കറണ്ട് നോക്കുകയാണെങ്കിലും ഡയോഡ്സ് ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല, ഒന്നും ഫോർവേഡ് ബയസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ T1ഉം ഈക്വൽ ടു ID1, ഡയോഡിന്റെ അക്രോസ് വരുന്ന കറണ്ട് ID1 ഈസ് ഓൾസോ ഈക്വൽ ടു 0. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്, രണ്ട് ഡയോഡ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തും രണ്ട് സ്വിച്ചസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തുള്ളതുകൊണ്ടാണ് 4 എണ്ണാക്കി തിരിച്ചിട്ടുള്ളത്. ഈ 4 എണ്ണാക്കി തിരിച്ചിട്ടുള്ളതിന്റെ വോൾട്ടേജസും ഔട്ട്പുട്ട് കറണ്ടും നിങ്ങൾ ഒരു ടേബിൾ ആക്കി നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ വർക്കിംഗ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടും നിങ്ങൾ ടേബിൾ ആക്കി വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തമ്മിലുള്ള റിലേഷൻ മനസ്സിലാവും. ഓക്കെ, ഇപ്പോ നമ്മുടെ ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടർ R ലോഡും RL ലോഡും കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ ആണ്. ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ ആവുമ്പോൾ എന്താണ്? ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ ആവുമ്പോൾ നമ്മൾ ഒറ്റ സോഴ്സേ ഉള്ളൂ, VS എന്ന് പറയുന്ന ഒരു DC സോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നു. തൈറിസ്റ്റർ 2 എണ്ണം നേരത്തെ ഉണ്ടായിരുന്നതിന് പകരം ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. T1, T2, T3 ആൻഡ് T4. നമ്പറിങ് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് ഡയോഡും D1, D2, D3, D4. ഹാഫ് ബ്രിഡ്ജ് ഇൻവേർട്ടറിൽ 2 ഡയോഡും 2 തൈറിസ്റ്റർ ആണെങ്കിൽ ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 തൈറിസ്റ്ററും 4 ഡയോഡും ആണ്. ഇനി നമുക്ക് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ വർക്കിംഗ് നോക്കാം അല്ലെ? ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ VS എന്ന് പറയുന്നത് ആദ്യം തന്നെ T1, T2 എന്നീ 2 സ്വിച്ചസും ഓൺ ആവുന്ന സമയത്താണ് എടുക്കുന്നത്. 2 സ്വിച്ചസും ഓൺ ആവുന്ന സമയത്ത് കണ്ടക്ഷൻ എങ്ങനെയായിരിക്കും? VS എന്ന് T1 വഴി T2 വഴി ഇങ്ങനെയായിരിക്കും കണ്ടക്ഷൻ വരുന്നുണ്ടാവുക. അപ്പൊ I0ന്റെ പാത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോ ഈ ഒരു മാനറിലാണ് 0 to T ലെസ് ദാൻ T/2 എന്ത് വരുന്നത്? നമ്മുടെ കറണ്ട് കണ്ടക്ഷൻ വരുന്നത്. T1ഉം T2ഉം ഓഫായി. ഇവിടെ T3 ആൻഡ് T4 ഗേറ്റ് പൾസ് കൊടുത്തിട്ടുണ്ട്, അത് രണ്ടും ഓൺ ആണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഓൺ ആവുമ്പോ എങ്ങനെയായിരിക്കും കറണ്ട് കണ്ടക്ഷൻ വരിക? നേരെ തിരിച്ചായിരിക്കും വരുന്നത് അല്ലെ? അതായത് ഇങ്ങനെ പോയി T3 വഴി T4 വഴി ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ആ 2 സമയത്തെയും നമ്മൾ വോൾട്ടേജിന്റെ വേവ് ഫോംസ് എടുത്ത് നോക്കുകയാണെങ്കിൽ T/2 നമ്മൾ T3, T4 ടേൺ ഓൺ ചെയ്തു. T1 ആൻഡ് T2 ഇൻസ്റ്റന്റേനിയസ്ലി കമ്മ്യൂട്ടേറ്റഡ് ആയെന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ T3, T4 ഇൻസ്റ്റന്റ്ലി ഓൺ ആയെന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -VS ഈക്വൽ ആയിരിക്കും അല്ലെ?
ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വി നോട്ട് ഇസ് ഈക്വൽ ടു -VS എന്ന് കിട്ടുന്നത്. അപ്പോ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് വേവ് ഫോം എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും വരിക. VSന്റെയും -VSന്റെ ഇടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു പൾസേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് DC ഇൻപുട്ടിൽ നിന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ കേസിലാണെങ്കിലും ലോഡ് റെസിസ്റ്റീവ് മാത്രമല്ല, ഇൻഡക്ടറും കൂടി ഉണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പോലെ ഇൻഡക്ടർ ചാർജ് ആവുന്നതും ഡിസ്ചാർജ് ആവുന്നതും അല്ലെങ്കിൽ ഇൻഡക്ടർ എനർജി സ്റ്റോർ ചെയ്യുന്നത്, എനർജി റിലീസ് ചെയ്യുന്നതും ആയിട്ടുള്ള ഇൻസ്റ്റൻസും നമുക്ക് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഹാഫ് ബ്രിഡ്ജ് ആൻഡ് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.